വിദ്വേഷ പരാമർശ കേസിൽ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തി. എറണാകുളം മട്ടാഞ്ചേരിയിലെ വീട്ടിലാണ് എത്തിയത്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുമെന്നായിരുന്നു TG മോഹൻദാസിന്റെ പരാമർശം. ഡൽഹിയിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ്. അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. ആ പ്രക്ഷോഭകരെ താനായിരുന്നുവെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടും എന്നായിരുന്നു പരാമർശം. അതിൽ നേരത്തെ കേസെടുത്തിരുന്നു, പക്ഷെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളൊക്കെ പോലീസ് പങ്കുവച്ചിരുന്നു. MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. ഷുക്കൂർ, എന്താണ് ഇപ്പോഴത്തെ ഈ റെയ്ഡിന്റെ ഉദ്ദേശം? സംസാരിക്കാനാണോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നടക്കാനാണോ? അതിന്റെ ഏതെങ്കിലും ആദ്യപടിയാണോ ഇപ്പോൾ നടക്കുന്നത്? അനീഷ, എന്തായാലും ഏതാണ്ട് അരമണിക്കൂറിലധികം സമയമായി ഇപ്പോൾ എറണാകുളം ചെറായിയിലെ വീട്ടിൽ TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ TG മോഹൻദാസിൽ നിന്നും ചോദിച്ചറിയുകയാണ്. മോഹൻദാസ് TGയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും TGയുടേതായി പുറത്തു വന്ന ഒരു വീഡിയോയിൽ, യൂട്യൂബ് വീഡിയോയിൽ കലാപാഹ്വാനത്തിനടക്കം ഉള്ള കേസുകൾ പോലീസ് എടുത്തിരുന്നു. ലഹള സൃഷ്ടിക്കുക, അതുപോലെ തന്നെ കലാപാഹ്വാനം തുടങ്ങി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. ഇതിനകം 11 ദിവസമാണ് ഇതിനകം കേസെടുത്തിട്ടായിട്ടുള്ളത്. നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമങ്ങൾ നിരന്തരം ഉന്നയിച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ TG മോഹൻദാസിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ പോലീസ് എത്തിയത്. പോലീസ് എന്തായാലും ഇപ്പോഴും TG മോഹൻദാസിന്റെ വീട്ടിൽ തുടരുകയാണ്. എന്താണ് പോലീസിന്റെ ഉദ്ദേശം എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. എന്തായാലും ചോദ്യം ചെയ്യുകയോ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുമോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. TG മോഹൻദാസിനോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് ചോദിച്ചറിയുകയാണ്. ഒപ്പം തന്നെ TGയുടെ ഫോൺ അടക്കം, ഒരുപക്ഷെ മൊബൈൽ ഫോൺ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് ചെയ്ത മറ്റ് ഗാഡ്ജറ്റുകൾ, ഇതെല്ലാം തന്നെ ഒരുപക്ഷെ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസ് ഇപ്പോൾ TGയുടെ വീട്ടിൽ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. ഷുക്കൂർ, ഏതാണ്ട് എത്ര നേരമായി പോലീസ് അവിടെ എത്തിയിട്ട്? ഏതാണ്ട് അരമണിക്കൂർ സമയം ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസ് ഏതെങ്കിലും പ്രത്യേക നടപടി സ്വീകരിച്ചു എന്ന് പറയാനാകില്ല. നിലവിൽ TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തി അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് പിന്നീട് ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. 10ഓളം പോലീസുകാരാണ് നിലവിൽ ഇവിടെയുള്ളത്. ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസിന്റെ തന്നെ സംവിധാനങ്ങൾ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ഏതായാലും ഷുക്കൂർ, ഈ കേസെടുത്തതിന്റെ പിന്നാലെയുള്ള സ്വാഭാവികമായ പരിശോധനയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി പോലീസ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ടോ? കാരണം പ്രത്യേകിച്ച് ഈ അർജുൻ ആയങ്കിയുടെ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിക്കുകയും വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് TG മോഹൻദാസിനെതിരെ പോലീസ് കേസെടുത്തത്. ഈ സമരക്കാരെ വെടിവെച്ച് കൊല്ലുമെന്ന മോഹൻദാസിന്റെ ഭീഷണിയുള്ള വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഈ കേസെടുത്ത് 2 ആഴ്ച സമയം ആകാറായിട്ടും എന്തുകൊണ്ട് TG മോഹൻദാസിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം വളരെ സജീവമായി ഉയർന്നു. ഒപ്പം തന്നെ ഈ തിരുവനന്തപുരം സൈബർ പോലീസാണ് ഇതിനെ സംബന്ധിച്ച കേസ് എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സൈബർ പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തി വരികയാണെന്ന് മറുപടിയാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ നൽകിയിരുന്നത്. തനിക്ക് ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാനാകുമോ എന്നൊരു ചോദ്യവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായി. എന്തായാലും ഇന്നിപ്പോൾ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിറകെ ഈ ചോദ്യം കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ചെറായിലെ വീട്ടിലെത്തി TG മോഹൻദാസിനെ ചോദ്യം ചെയ്യാനും ഒപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കാനും എല്ലാം ഉള്ള നടപടികൾ പോലീസ് ആരംഭിച്ചത്. എന്തായാലും പോലീസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കേസിൽ പോലീസിന് വേണമെങ്കിൽ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്.